അപ്പൊ ഇന്ന് നമ്മളെ ചെയ്യാൻ പോണ പരിപാടി എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് ഉണക്കമീൻ എടുത്തിട്ടുണ്ട്. ഈ ഉണക്കമീൻ വെച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. അടിപൊളിയാണ് കേട്ടോ, ചുമ്മാ തള്ളൊന്നുമല്ല. ഇതേ കണക്ക് നിങ്ങൾ ചെയ്ത് നോക്ക്, നിങ്ങൾക്ക് സൂപ്പറായിട്ട് ഇഷ്ടപ്പെടും, അടിപൊളിയായിരിക്കും. അപ്പൊ വീഡിയോ ഒന്ന് കണ്ടാലോ. അതിനു മുമ്പേ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ നേരെ നമുക്ക് വീഡിയോ ഉണ്ടല്ലോ. ഇപ്പൊ നമ്മൾ നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നല്ലോണം കഴുകണം കേട്ടോ, കുറച്ച് നേരം വെള്ളത്തിലൊക്കെ ഇട്ട് എടുക്കണം. ഇതിന്റെ പേര് നന്തൽ എന്നാണ്. നമ്മൾ കായലിലൊക്കെ കിട്ടുന്ന സാധനമാണ്. കായലിലാണ് ഏറ്റവും കൂടുതൽ സാധനം ഈ മീൻ ഉണ്ടാവുക. അപ്പൊ ഇതിപ്പോ നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറുക്കാം. അടുത്ത് നമ്മളൊരു പാൻ അടുപ്പിൽ വെച്ച് ഒന്ന് ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് ഓയിൽ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്ത് നല്ലോണം നമുക്കിതൊന്ന് മൊരിച്ചെടുക്കണം. ഒന്ന് മൊരിഞ്ഞു വരുന്ന സമയത്ത് ഇതിനകത്തോട്ട് നമുക്കൊരു 3-4 ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്താണ്, അതും കൂടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു ബൗൾ തേങ്ങ എടുത്തിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കുക. എല്ലാം കൂടെ നല്ലോണം വറുത്തെടുക്കുക. തേങ്ങയുടെ കളർ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാനൊരു 1.5 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് ഇറക്കാം. നമ്മൾ കളറൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇറക്കി വെക്കാം. നമ്മൾ ജാർ എടുത്തിട്ടുണ്ട്, അതിനകത്തോട്ട് നമുക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കാം. പിന്നെ എടുക്കുന്നത് പറയാൻ കുറച്ച് പുളിയാണ്, ചെറിയ കഷ്ണം പുളി, കുരുവൊന്നും ഇല്ലാതെ, അത് നമുക്ക് ഇട്ട് കൊടുക്കുക. ഒരു കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നല്ലോണം അരച്ചെടുക്കാം. അപ്പൊ നമ്മളെല്ലാം കൂടെ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് വലുതായിട്ട് അങ്ങ് ക്രഷ് ചെയ്ത് എടുത്താൽ മാത്രം മതി. നമുക്ക് വലുതായിട്ടൊന്ന് അരഞ്ഞ് പേസ്റ്റ് ആവേണ്ട കാര്യമില്ല. പിന്നെ ഉപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ കേട്ടോ. അതിനകത്ത് ഉണക്കമീനായതുകൊണ്ട് നമുക്കിതിനകത്ത് ഉപ്പ് കാണാൻ ചാൻസ് ഉണ്ട്. അത് നോക്കിയിട്ട് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് ഒരു ബോൾ പോലെ ആക്കി ഉരുട്ടയാക്കി. ഇപ്പം നമ്മൾ നല്ല ഒരു ബോളാക്കി എടുത്തിട്ടുണ്ട്. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. അടിപൊളിയാണ് കേട്ടോ കൂട്ടുകാരെ. ഇപ്പം ഞാൻ കോമ്പിനേഷനായിട്ട് എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഴഞ്ചോറാണ്. നമ്മൾ ചമ്മന്തി ഇങ്ങോട്ട് എടുത്തിട്ട് ഞെവിടി അടിപൊളിയാണ് കേട്ടോ. പഴഞ്ചോറ് കഴിക്കാനൊക്കെ സൂപ്പറാണ്. ഇത് ഇങ്ങനെ കഴിച്ചു നോക്കുക, അടിപൊളിയാണ്. അപ്പൊ കഴിച്ചു നോക്കുക, അടിപൊളിയല്ലേ. കൊള്ളാം കേട്ടോ.